വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കാര്യമായൊന്നും നൽകാതിരുന്നിട്ടും പദ്ധതിയുടെ ക്രെഡിറ്റ് പ്രധാനമന്ത്രിയും BJPയും ഏറ്റെടുത്തെന്ന വിമർശനം ശക്തമാകുന്നു. BJP സംസ്ഥാന അധ്യക്ഷന് പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ വേദിയിൽ കസേര നൽകിയതു മുതൽ തുടങ്ങിയ കല്ലുകടി കേന്ദ്രം നൽകിയ പത്രപരസ്യങ്ങൾ കൂടിയായപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ട രീതിയിലുള്ള നേട്ടം പദ്ധതിയുടെ പൂർത്തീകരണത്തിലൂടെ കൈവരിക്കാനായില്ലെന്ന പൊതുവായ വികാരം ശക്തമാണ്. കേരളത്തിൽ പലയിടങ്ങളിലും കൂറ്റൻ ഫ്ലെക്സുകൾ ഉയർത്തി മുന്നണി വ്യത്യാസമില്ലാതെ പദ്ധതിയുടെ ക്രെഡിറ്റ് ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോഴും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിലൂടെയുള്ള സഹായം മാത്രമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വിലയിരുത്തപ്പെടുന്നു. പദ്ധതിയുടെ ചെലവുകളുടെ കണക്കുകൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഇപ്രകാരമാണ്. ആകെ ഇതുവരെ ചെലവഴിച്ച 8,867 കോടിയിൽ 5,595 കോടി സംസ്ഥാന സർക്കാരാണ് നൽകിയത്. അതായത് മൊത്തം പദ്ധതി ചെലവിന്റെ 63%-ത്തിനടുത്താണിത്. വിഴിഞ്ഞം പദ്ധതിയിലെ സംസ്ഥാന സർക്കാരിന്റെ നിർമ്മാണ പങ്കാളിയായ അദാനി പോർട്ട് 2,454 കോടി രൂപയാണ് ചെലവഴിച്ചത്. മൊത്തം പദ്ധതി ചെലവിന്റെ 28%-മാണിത്. ഇതുകൂടാതെ പദ്ധതിക്കായി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി 817.80 കോടി രൂപ കേന്ദ്രം നൽകും. മൊത്തം പദ്ധതി ചെലവിന്റെ 9%-മാണിത്. പക്ഷേ ഈ തുക വായ്പയായിട്ടാണ് നൽകുക. ഇത് തിരികെ നൽകേണ്ട പണമാണ്. കേരള സർക്കാർ വേണം ഈ പണം തിരികെ അടയ്ക്കാൻ. സംസ്ഥാന സർക്കാരിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ അഥവാ NPV അടിസ്ഥാനമാക്കി ഈ പണം തിരികെ അടയ്ക്കണമെന്നാണ് കേന്ദ്ര വ്യവസ്ഥ. ഈ തുകയിലൊന്നും ഉൾപ്പെടാത്തതാണ് പുലിമുട്ട് നിർമ്മാണത്തിനുള്ള 1,350 കോടി രൂപ. ഇത് പൂർണ്ണമായും വഹിക്കേണ്ടത് കേരള സർക്കാരാണ്. 1,482.92 കോടി രൂപ ചെലവഴിച്ചു വേണം വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽപാത നിർമ്മിക്കാൻ. കൊങ്കൺ റെയിൽപാത കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതലയെങ്കിലും ഈ പണവും സംസ്ഥാനം തന്നെയാണ് വഹിക്കേണ്ടത്. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ 9,500 കോടി രൂപയാണ് ചെലവഴിക്കേണ്ടി വരിക. ഇത് പൂർണ്ണമായും അദാനി വഹിക്കും. ചുരുക്കി പറഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതിക്കായി കേന്ദ്രം ചെലവിടുന്ന തുക വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് മാത്രമാണെന്ന് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ഈ പണമാകട്ടെ തിരികെ അടയ്ക്കുകയും വേണം. എന്നിട്ടും പദ്ധതിയുടെ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പത്രപരസ്യങ്ങളിൽ കേരളത്തിന്റെ ചെലവിനെ കുറിച്ച് പറയാതെ മോദിയുടെ നേട്ടമായിട്ടാണ് പദ്ധതിയെ എടുത്തു കാണിക്കുന്നത്. 18,000 കോടി രൂപയുടെ പദ്ധതിയാണ് വിഴിഞ്ഞത്ത് പൂർത്തിയാകുന്നതെന്ന് പറയുന്ന ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പരസ്യത്തിൽ മോദിയുടെ ചിത്രം മാത്രമാണുള്ളത്. ചില പരസ്യങ്ങളിൽ പിണറായി വിജയന്റെ ചിത്രം വിവാദമുണ്ടായതിനു ശേഷം പ്രസിദ്ധീകരിച്ചിരുന്നു. കേരളത്തിലെ മാറി മാറി വന്ന സർക്കാരുകൾ ഇത്രയും വിഴിഞ്ഞത്തിനായി ചെയ്തിട്ടും ക്രെഡിറ്റ് മോഡിക്ക് പോയെന്ന പരാതി വ്യാപകമാണ്. സൈബർ ഇടങ്ങളിലൂടെ പദ്ധതിയുടെ പണച്ചെലവും നാൾ വഴികളും പങ്കുവെച്ച് LDFും UDFും ഒരു പരിധിവരെ കേരളത്തിലെങ്കിലും ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.